ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നലെ ഉറങ്ങിയ സ്ഥലമാണ് കേട്ടോ ഇത്. മരുഭൂമിയുടെ ഒത്ത നടുക്ക് ഒരു കട്ടിൽ ഇട്ട് കിടന്നുറങ്ങാൻ എന്ത് രസമായിരുന്നു അറിയോ. നല്ല ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ഒരുപാട് കണ്ടു. നല്ല തണുപ്പുമായിരുന്നു കേട്ടോ, നല്ലൊരു ഫീല്. അപ്പൊ നല്ലൊരു പ്രഭാതത്തോടു കൂടി ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. നേരെ ഇവിടെ നിന്ന് റൂമിൽ പോയി റെഡി ആയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. അവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇവരോട് ഒരു ബായും പറഞ്ഞ് നമ്മുടെ ജയ്സൽമീർ ടു അഹമ്മദാബാദ് റൈഡ് ഇവിടെ തുടങ്ങാം. चलो बाय बाय। ठीक है, ठीक है। ഒരു നല്ല പ്രഭാതവും കണ്ട് നമ്മുടെ ജയ്സൽമീർ അഹമ്മദാബാദ് യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അപ്പൊ നമ്മള് ജയ്സൽമീർന്ന് മെല്ലെ പതുക്ക റിസോർട്ടിൽ നിന്ന് എല്ലാവരോടും ബായ് പറഞ്ഞ് നമ്മൾ മെല്ലെ ഇറങ്ങി. നമ്മൾ വഡോദര പോകുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി മൺഡേ അവധിയാണ്, ഇന്ന് സൺഡേ ആണ്. സോ ഒന്ന് ഈവനിങ് നമ്മൾ അവിടെ എത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അഹമ്മദാബാദ് പിടിച്ച് അവിടെ നിന്ന് നേരെ മുംബൈ പോകാനാണ് പ്ലാൻ കേട്ടോ. ഓക്കെ, അവിടെ എന്തോ ആക്സിഡൻ്റ് ആയെന്ന് തോന്നുന്നു. ആക്സിഡൻ്റ് ആയിരുന്നു. അത് ശരിയാട്ടോ. കാരണം എന്താ പറയുക, ഇത്ര ചെറിയ റോഡാണ്, പിന്നെ നല്ല നീളമുള്ള റോഡും കൂടാണ്. അപ്പം ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ ഉറങ്ങി പോകും തോന്നുന്നു. അതായിരിക്കും മറിഞ്ഞാവാനായിരിക്കും ചാൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വഡോദര പോകുന്നില്ല. അപ്പോൾ പോയിട്ട് കാര്യമില്ല. അപ്പോൾ അഹമ്മദാബാദ് പിടിച്ചിട്ട് അഹമ്മദാബാദിൽ നിന്ന് നേരെ മുംബൈ പോകാനാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ അവിടുത്തെ ഹോട്ടലുകാർ പറഞ്ഞു തന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. കാരണം നമുക്ക് ജയ്സൽമീർ പോയിട്ടാണ് നമ്മൾ ശരിക്കും ഹൈവേ പിടിക്കേണ്ടി വരുന്നത്. ഇവിടെ നിന്ന് ഒരു 10-60 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് അഹമ്മദാബാദിലേക്കുള്ള ഹൈവേ കിട്ടുന്നതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ആ പുള്ളി പറഞ്ഞത് കേട്ടോ. അപ്പോൾ പുള്ളി തന്നെയാണ് മാപ്പ് ഇട്ട് തരുകയും ചെയ്തത്. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഇവിടെ എല്ലാം ഡെസേർട്ട് ക്യാമ്പുകളുണ്ട് കേട്ടോ. ഞാനിരുന്നത് നോമാഡ് ഹെവൻസ് എന്ന് പറഞ്ഞൊരു ഡെസേർട്ട് ക്യാമ്പാണ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. നല്ല ആംബിയൻസ്, നല്ല സ്റ്റാഫുകൾ കേട്ടോ. അടിപൊളിയായിരുന്നു. രാജസ്ഥാനിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് കേട്ടോ. ഗ്രാമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഡെസേർട്ടിൻ്റെ ക്യാമ്പുകളാണ് കൂടുതലും. ഇവിടെ ഗ്രാമങ്ങളൊക്കെ ഉൾപ്രദേശത്തിലേക്ക് തോന്നുന്നു കാണാനൊന്നുമില്ല. പോലീസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എന്തായാലും ഗ്രാമം ഉണ്ടാവണമല്ലോ. പക്ഷെ നമുക്ക് വൺ ടൈം വരുമ്പോൾ ഒക്കെ ഇത് ഭയങ്കര കൗതുകമായിട്ട് തോന്നുന്നുണ്ടോ. പക്ഷെ റിയലി ഇവിടെ വെള്ളം കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഇവിടുത്തെ ജീവിതമൊക്കെ കഷ്ടപ്പാടും ദുരിതവും ആയിരിക്കും. ഞാൻ ചോദിച്ചപ്പോൾ വെള്ളമൊന്നും കിട്ടാറില്ല. കറണ്ടിലൊക്കെ വരും കേട്ടോ. കറണ്ടൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷെ വെള്ളം കാര്യങ്ങളൊക്കെയാണ് പ്രശ്നം. ഇതെന്തോന്നിടെ ഇത് ടിപ്പിക്കൽ രാജസ്ഥാൻ. ഓക്കെ നമ്മൾ ആ ഹൈവേ തേടി നേരെ ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകാനാണ് മാപ്പ് ചേച്ചി പറയുന്നത്. ഇവിടെ നിന്ന് നേരെ 60 കിലോമീറ്റർ കിട്ടും. 60 അല്ല 54 കിലോമീറ്റർ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ എത്തും. ഓക്കെ, അപ്പോൾ രാജസ്ഥാനിലെ കൊച്ചു മറ്റേ എന്താ പറയുക ഒരു ഗ്രാമം. രാജസ്ഥാനിലെ ഇതൊരു ഗ്രാമം.
ഏടാ ഇവിടെ ഇത്രയും ഹമ്പുകൾ എന്തിനാണ്? പശുക്കുട്ടാ കുത്തല്ലടാ. എന്താ അല്ലേ, എന്താണ് ഇതൊക്കെ അല്ല ഏതോ സ്കൂളാണ് കേട്ടോ. സ്കൂള് പൊളി, അടിപൊളി. പമ്പ് കയറ്റി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, നല്ല റോഡ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ. പിള്ളേരുടെ ഒരു സന്തോഷം കണ്ടല്ല, അടിപൊളി. രാവിലെ എണീറ്റതും ചീട്ട് കളി. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈവേ എത്തി. നമ്മളിത് നേരെ മെയിൻ ഹൈവേ പിടിച്ച് നേരെ അഹമ്മദാബാദ് കേട്ടോ. നോക്കട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമ്മൾ അവിടെ തന്നെ കഴിച്ചു, അതുകൊണ്ട് അതിനൊന്നും നിർത്തുന്നില്ല. എടാ മോനെ, ഈ ഇടയിലിടയിലെ ഹമ്പുകളാണ് സഹിക്കാൻ കഴിയുന്നത്. ബൂം. വൈൽഡ് കുതിര. ഇവിടെ പിന്നെ കുതിരയും ഒട്ടകമൊക്കെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. വൈൽഡ് ലൈഫ്. ആദ്യം ടൈഗറൊന്നും ഇല്ലാത്തത്, ഇല്ലെങ്കിൽ ഇവർ അതിനെയും പിടിച്ച് നെരുക്കി വെച്ചിട്ടുണ്ടോ. വഴിനീളെ വൈൽഡ് കുതിരകളും ഒട്ടകങ്ങളും ആയിരുന്നു കേട്ടോ. ഒരു ഒട്ടകം റോഡിലൂടെ ഇറങ്ങി ഓടുന്നതാണ്. ഇത് ആരും മെരുക്കിയിട്ടിട്ട് ഓടുന്നതല്ല, കാട്ടിൽ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു ഒട്ടകമായിരുന്നു കേട്ടോ. ഞാൻ ചെറുതായി ഒന്ന് പേടിച്ചു. നമ്മളങ്ങനെ NH-68 കേട്ടോ. NH-68ലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടുന്ന് 470 കിലോമീറ്റർ ഉണ്ട്. 470 കിലോമീറ്റർ അഹമ്മദാബാദ് കേട്ടോ. 8:30 കാണിക്കുന്നത്. നമുക്ക് നോക്കാം എത്ര സമയം കൊണ്ട് എത്താൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കൊണ്ട് പിന്നെ അതിനുള്ളൊരു ഗ്യാപ്പ് നമ്മൾ എടുക്കുന്നില്ല. എന്നാലും ഒരു 100-150 കിലോമീറ്റർ ഗ്യാപ്പിൽ റെസ്റ്റ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം. അതായിരിക്കും കുറച്ച് ബെറ്റർ തോന്നുന്നു. എന്താണെന്ന് അറിയോ, ഒറ്റ സെറ്റ് കൊണ്ട് ആള് വല്ലാതെ തളരുകയാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ മിനി ഗ്യാപ്സുകൾ നമ്മൾ എന്താ പറയുക, ഒരു ചെറിയ ഇതെടുക്കും. ലെഞ്ച് ഇപ്പോൾ വിശക്കുന്നില്ല, അതുകൊണ്ട് ലെഞ്ച് സ്കിപ്പ് ചെയ്യാനായിരിക്കും ചാൻസ് കൂടുതൽ, വിശക്കാത്തതുകൊണ്ട്. അപ്പോൾ പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് എടുത്ത് റെസ്റ്റ് എടുത്ത് പോവാം കേട്ടോ. ഒരു 100-150 കിലോമീറ്റർ. അപ്പോൾ അങ്ങനെ ഓക്കെ. അപ്പോൾ രാജസ്ഥാനോട് നമ്മൾ പതിയെ പായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, മഞ്ഞായി, കടലായി, കാടായി, കരയായി, ഇപ്പോൾ മണലുമായി. ഇനി നമ്മുടെ മെയിൻ ലക്ഷ്യം, ശരി അത് വേണ്ട, അത് നമുക്ക് പിന്നെ പറയാം. ആദ്യം ഈ ട്രിപ്പൊക്കെ ഒന്ന് കഴിയട്ടെ അല്ലേ. അപ്പോൾ നമ്മൾ നേരെ അഹമ്മദാബാദ്, ഗുജറാത്തിലോട്ട് കേട്ടോ. Jadi ka air. 250 cc deh. Kami nama dia. ഏകദേശം ഒരു 100-150-200 കിലോമീറ്ററിന്റെ അടുത്തായപ്പോൾ ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തു കേട്ടോ.
അതുവരെ ഞാൻ നോൺ സ്റ്റോപ്പ് ആയിട്ടാണ് റൈഡ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ വണ്ടി കണ്ടിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ ഒന്ന് വട്ടം കറങ്ങി അവരുടെ സന്തോഷം പങ്കുവയ്ക്കുകയായിരുന്നു. ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം നമ്മുടെ റൈഡ് വീണ്ടും തുടർന്നു. അപ്പോഴാണ് ശ്രദ്ധിച്ചത്, നല്ലൊരു പ്രഭാതം കണ്ടിറങ്ങിയ നമുക്ക് നല്ലൊരു ഈവനിങ്ങും നല്ലൊരു സൺസെറ്റും കൂടെ കാണാനുള്ള അവസരം ഉണ്ടായി. നമ്മള് പതുക്കെ അഹമ്മദാബാദ് എത്താറായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ കുറച്ചുകൂടെ സ്ട്രെച്ച് ചെയ്താലോ നോക്കുക. അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് അങ്ങോട്ടേക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് അവിടെ ഏതെങ്കിലും ഹൈവേയിൽ തന്നെ റൂം എടുത്താലോ എന്ന് ആലോചിക്കുക. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഹൈവേ പിടിച്ച് പോയാൽ പോലെ. ഇപ്പം സമയം 7:45. അതാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ബഡ്ജറ്റിലൊതുങ്ങിയ ഹോട്ടൽ വേറെ കിട്ടണ്ടേ. ഒരു ഹൈവേ സൈഡായതുകൊണ്ട് നല്ല തട്ടിക്കിന് കത്തിക്കും. അതുകൊണ്ട് കുറച്ചുകൂടെ പോയിട്ട് ടൗണ് വിട്ടിട്ട് ഏതെങ്കിലും ചെറിയ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ റൂം എടുക്കാൻ പറ്റുമോ നോക്കണം. ഇവിടെയൊക്കെ ടൗൺ ആയതുകൊണ്ട് നമ്മുടെ ബഡ്ജറ്റിന് റൂം കിട്ടില്ല. ആകെ പ്രശ്നമാണ്. നോക്കട്ടെ ഏതെങ്കിലും റൂം കിട്ടുമോ നോക്കാം. എന്നിട്ട് നമുക്ക് അവിടെ സ്റ്റേ അടിക്കാം. ഹൈവേ സൈഡിൽ തന്നെ ഒരു 1000 രൂപയ്ക്ക് എനിക്കൊരു റൂം കിട്ടി. ഒരുപാട് തിരഞ്ഞു നടന്നു കേട്ടോ, എന്നിട്ടാണ് ഇങ്ങനെ ഒരു റൂം കിട്ടിയത്. അപ്പോൾ നാളെ നമ്മുടെ അഹമ്മദാബാദ് ടു മുംബൈ റൈഡ് സ്റ്റാർട്ട് ചെയ്യും. അതുവരെയ്ക്കും ബൈ ബൈ.